അപ്പോൾ എൻ്റെ റിസ്മോൻ പറയുന്ന പോലെ ചൂട് ഓഫ് ദി ചൂടായതുകൊണ്ട് ഐസ് ഡേയിൽ കയറാതെ ടൗണിൽ പോയി പിന്നെ തിരിച്ച് വരവേ ഇല്ല കേട്ടോ. പക്ഷേ പുതിയൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്, അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ കയറിയത്. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ, സ്റ്റോക്ക് തീർന്നു പോയി. ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി കഴിക്കുന്ന പോലത്തെ ഐസ്ക്രീം, ദം ബിരിയാണി പോലത്തെ ഐസ്ക്രീം. ശരിക്കും ഞാൻ അങ്ങനത്തെ ഐസ്ക്രീം ഒന്നും കണ്ടിട്ടുകൂടിയില്ല. ബട്ട് ഇങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ശരിക്കും അത്ഭുതമായിരുന്നു. റിസ്മോൻ ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും അത് കിട്ടാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ ബൂസിന് ബാഗൊക്കെ മേടിക്കാണ്ടായിരുന്നു, സ്കൂൾ ഓപ്പണിംഗ് അല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിന്നമ്മ ഉമ്രയ്ക്ക് പോകുന്നുണ്ടായിരുന്നു, അപ്പം ചിന്നമ്മക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ റിസ്മോന്റെ പഴയ ബാഗിന് 1-2 സിബ് ഇടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സിബ് ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഇവിടാണ്, നമ്മുടെ തൂക്കുവാലത്തിന്റെ തൊട്ടടുത്തിട്ട്. ഇപ്പോൾ ഒരു വെയിലത്തിരുന്നിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ആൽമരം മാത്രമേ ഉള്ളവർക്ക് തണലെന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങളും ആ ചൂട് ഓഫ് ദി ചൂടിൽ നിന്നും വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ പരിപാടി ഉണ്ട്, കുറച്ച് തണ്ണിമത്തൻ കേക്ക് കഴിക്കലായിരുന്നു.